ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കഥ കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. രാമായണം കഥ കേൾക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നും പറയാറുള്ളതുപോലെ ഈ ചാനലിലേക്ക് ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ശൂർപ്പണഖ വിരൂപണം. ശ്രീരാമൻ പഞ്ചവടിയിൽ താമസം തുടങ്ങിയതിനു ശേഷം ശരത്കാലം പോയി ഹേമന്തം വന്നെത്തി. ഒരു ദിവസം പത്നീസമേതനായി രാമൻ ഗോദാവരി നദിയിൽ കുളിക്കുവാനായി പോയി. അനുജൻ ലക്ഷ്മണനും അവരെ അനുഗമിച്ചു. പോകും വഴി ലക്ഷ്മണൻ ഹേമന്തത്തെക്കുറിച്ച് വർണ്ണിച്ചു കൊണ്ടിരുന്നു. സംസാരത്തിനിടയിൽ ലക്ഷ്മണൻ കൈകേയിയെ അല്പം ഭർത്സിക്കാനിടയായി. രാമനെ ഇത് വേദനിപ്പിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഗോദാവരി നദി എത്തിക്കഴിഞ്ഞിരുന്നു. സ്നാനം കഴിഞ്ഞ് മൂവരും ആശ്രമത്തിലേക്ക് മടങ്ങി. പർണശാലയിലിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങി. അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് രാവണ സഹോദരിയായ ശൂർപ്പണഖ എന്ന രാക്ഷസി പെട്ടെന്ന് പ്രത്യക്ഷയായി. കാഴ്ചയിൽ തന്നെ തേജസ്വിയായ രാമചന്ദ്രനോട് ആ രാക്ഷസിക്ക് അടങ്ങാത്ത പ്രണയമുദിച്ചു. മഹർഷിയെപ്പോലെ ജടാവൽക്കലങ്ങൾ ധരിച്ച് സുന്ദരിയായ ഭാര്യയോടുകൂടി ഈ വനത്തിലെത്തിയ അവിടുന്ന് ആരാണ്? രാക്ഷസന്മാർ ഏറെയുള്ള ഈ വനത്തിലേക്ക് എന്തിനു വന്നു? അവൾ ചോദിച്ചു. രാമചന്ദ്രനാകട്ടെ താൻ ആരെന്നും എന്തിനു വന്നുവെന്നുമുള്ള വൃത്താന്തം അവളെ ധരിപ്പിച്ചു. ശൂർപ്പണഖ സ്വയം രാമന് പരിചയപ്പെടുത്തി. താൻ രാവണ സഹോദരിയായ ശൂർപ്പണഖയാണെന്ന് പറഞ്ഞു. മാത്രമല്ല, എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന രാമചന്ദ്രനെ താൻ മനസ്സാ വരിച്ചു കഴിഞ്ഞുവെന്നും അറിയിച്ചു. രാമന് ചേരാത്ത മനുഷ്യ സ്ത്രീയെ ഉപേക്ഷിച്ച് തൻ്റെ കൂടെ പോരുക. സഹോദരനായ ലക്ഷ്മണനെ ഭക്ഷിച്ച് താൻ വിശപ്പും മാറ്റിക്കൊള്ളാം. ഇങ്ങനെയുള്ള ശൂർപ്പണഖയുടെ അപേക്ഷ കേട്ട് രാമന് തമാശ തോന്നി. താൻ വിവാഹിതനാണെന്നും അതിനാൽ അവളുടെ അപേക്ഷ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ലക്ഷ്മണനോട് ചോദിക്കണമെന്നും അഭിപ്രായപ്പെട്ടു. അവൾ ലക്ഷ്മണകുമാരൻ്റെ മുന്നിലും വിവാഹാഭ്യർത്ഥന നടത്തി. ലക്ഷ്മണനാകട്ടെ പരിഹാസപൂർവം ഇങ്ങനെ പറഞ്ഞു. ഒരു ദാസന്റെ ഭാര്യയാകേണ്ടവളല്ല നീ. അതുകൊണ്ട് ജ്യേഷ്ഠനോട് തന്നെ വിവാഹം ചെയ്യുവാൻ ആവശ്യപ്പെടൂ. അദ്ദേഹം നിന്നെ സ്വീകരിക്കും. നിന്റെ സൗന്ദര്യം കണ്ട് ക്രമേണ ആദ്യ ഭാര്യയെ അദ്ദേഹം ഉപേക്ഷിച്ചുകൊള്ളും. അത് കേട്ട് രാക്ഷസി രാമസവിധത്തിലെത്തി വിരൂപയായ സീതയെ ഉപേക്ഷിച്ച് തന്നെ സ്വീകരിക്കാൻ വീണ്ടും അപേക്ഷിച്ചു. സീതയോട് അസൂയ മൂത്ത ശൂർപ്പണഖ ദേവിയുടെ നേരെ അലറി അടുത്തു. ലക്ഷ്മണനോട് അവളെ വിരൂപയാക്കാൻ രാമൻ കൽപ്പിച്ചു. രാമകൽപ്പന കേട്ട ലക്ഷ്മണൻ താമസം വിന ശൂർപ്പണഖയുടെ കാതും മൂക്കും അരിഞ്ഞു വീഴ്ത്തി. ഭയന്നുപോയ രാക്ഷസി അലറിക്കൊണ്ട് കാട്ടിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. അവൾ നേരെ പോയത് സഹോദരനായ ഖരൻ്റെ അടുത്തേക്കാണ്. അതിശക്തന്മാരായ രാക്ഷസന്മാരുടെ ഇടയിലിരുന്ന ഖരൻ്റെ മുന്നിൽ വാവിട്ടു നിലവിളിച്ച് കൊണ്ട് ശൂർപ്പണഖ എത്തി. രക്തമൊലിപ്പിച്ച് നിലത്ത് വീണുരുളുന്ന സഹോദരിയോട് ഉണ്ടായതെന്തെന്ന് ആ രാക്ഷസ പരാക്രമി ആരാഞ്ഞു. തനിക്കെതിരായി നിൽക്കാൻ ശക്തിയുള്ളവർ ഭൂമിയിലില്ലെന്ന് ഖരൻ അറിയാമായിരുന്നു. സഹോദരിയെ വിരൂപയാക്കിയവരെ ഉടനെ നിഗ്രഹിക്കുമെന്ന് ഖരൻ പ്രതിജ്ഞ ചെയ്തു. ശൂർപ്പണഖ തനിക്ക് നേരിട്ട വിപത്ത് ഖരനോട് വിവരിച്ചു. സഹോദര,
സുന്ദരന്മാരും അമിത ബലശാലികളുമായ 2 പേർ രാമലക്ഷ്മണന്മാർ പഞ്ചവടിയിലുണ്ട്. അവരുടെ കൂടെ ആഭരണമെല്ലാം ധരിച്ച ഒരു പെണ്ണുമുണ്ട്. അവൾ കാരണമാണ് എനിക്ക് ഈ ദുസ്ഥിതി ഉണ്ടായത്. ആ പുരുഷകേസരികൾ ഗന്ധർവന്മാരാണോ അതോ ദേവന്മാരാണോ എന്നും തീർച്ചയില്ല. ആ വഞ്ചകിയെയും ആ ദുഷ്ടന്മാരെയും നിഗ്രഹിച്ച് അവരുടെ രക്തം കുടിച്ചാലേ എനിക്ക് മതി വരൂ. സഹോദരിയുടെ ദുഃഖം ഖരനെ കൂടുതൽ കോപിഷ്ഠനാക്കി. ഉടൻ തന്നെ കുമാരന്മാരെയും കൂടെയുള്ള സ്ത്രീയെയും കൊന്ന ചോര ശൂർപ്പണഖയ്ക്ക് കൊടുക്കുവാൻ ഖരൻ കിങ്കരന്മാർക്ക് കൽപ്പന നൽകി. 14 രാക്ഷസ കിങ്കരന്മാരുമായി ശൂർപ്പണഖ വീണ്ടും പഞ്ചവടിയിലെത്തി. ദൂരെ നിന്ന് തന്നെ അവരുടെ വരവ് ശ്രീരാമൻ കണ്ടു. ലക്ഷ്മണനെ സീതയ്ക്ക് കാവൽ നിർത്തി രാമൻ അവരോട് എതിരിടാൻ തയ്യാറായി. രാക്ഷസന്മാരുടെ ശല്യം കാരണം പൊറുതിമുട്ടിയ മഹർഷിമാരുടെ അപേക്ഷയനുസരിച്ച് എത്തിയവരാണ് തങ്ങളെന്നും ജീവൻ വേണമെങ്കിൽ ഉടൻ തന്നെ മടങ്ങിപ്പോകണമെന്നും രാമൻ അവരോട് ആവശ്യപ്പെട്ടു. രാക്ഷസകുലം മുടിക്കുവാനാണ് തൻ്റെ ഉദ്യമം എന്നും ദേവൻ അരുളി ചെയ്തു. ഇതുകേട്ട് പരിഹാസത്തോടെ കിങ്കരന്മാർ രാമനു നേരെ ശൂലം പ്രയോഗിച്ചു. അചഞ്ചലനായ രാമൻ 14 ശൂലങ്ങളും അമ്പയച്ച് തകർത്തു. തുടർന്നയച്ച 14 അമ്പുകൾ ഏറ്റ് കിങ്കരന്മാർ രാമലോകം പോകുകയും ചെയ്തു. അതുകണ്ട് നിന്ന ശൂർപ്പണഖ വന്ന പോലെ തന്നെ ഖരൻ്റെ സമീപത്തേക്ക് ഓടി. ഖരൻ്റെ ആത്മാർത്ഥതയില്ലായ്മയെ അവൾ പഴിച്ചു. അത് കേട്ട് ഖരൻ കലി കൊണ്ട് ജ്വലിച്ചു. ഖരൻ തൻ്റെ സേനാപതി ദൂഷണനെ വിളിച്ച് സേനയെ സജ്ജമാക്കാൻ ഉത്തരവിട്ടു. 14,000 രാക്ഷസന്മാരുടെ സേന ഞൊടിയിടയ്ക്കുള്ളിൽ യുദ്ധത്തിന് തയ്യാറായി. സേനയെ ഖരൻ തന്നെ നേരിട്ട് നയിച്ചു. തേരിൽ കയറി പടയ്ക്ക് പുറപ്പെട്ട ഖരനെ പല ദുർനിമിത്തങ്ങളും എതിരേറ്റു. പക്ഷെ അതൊന്നും ആ പരാക്രമിയെ തെല്ലും കുലുക്കിയില്ല. ജനസ്ഥാനത്ത് നിന്ന് ഭീരുവായ നീ ഓടിപ്പോകൂ എന്ന് പരിഹസിച്ച ശൂർപ്പണഖയുടെ വാക്കുകൾ ആ രാക്ഷസന്റെ ചെവിയിൽ കിടന്നു മുഴങ്ങി. സാധാരണക്കാരെ പേടിപ്പെടുത്തുന്ന ദുർനിമിത്തങ്ങൾ തന്നെ ഭയപ്പെടുത്തുകയില്ല എന്ന് ഖരൻ പറഞ്ഞു. തൻ്റെ അമ്പുകൾ തട്ടി നക്ഷത്രങ്ങൾ പോലും നിലംപതിക്കുമെന്ന് അവൻ അഹങ്കരിച്ചിരുന്നു. ദേവേന്ദ്രനെ പോലും വധിക്കാൻ കെൽപ്പുള്ള തൻ്റെ മുൻപിൽ രാമൻ വെറും നിസ്സാരൻ. ഇങ്ങനെ ആത്മപ്രശംസ ചെയ്തുകൊണ്ടാണ് ഖരൻ യുദ്ധത്തിനെത്തിയത്. ഇതേ അവസരത്തിൽ പഞ്ചവടിയിലിരുന്ന രാമചന്ദ്രനും ചില ദുർനിമിത്തങ്ങൾ കാണുകയുണ്ടായി. ഒരു ഘോര യുദ്ധത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നതായി രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. അന്തിമ വിജയം തങ്ങൾക്കായിരിക്കുമെന്നും രാമന് നിശ്ചയമുണ്ടായിരുന്നു. അതിനാൽ യുദ്ധത്തിനെടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് അദ്ദേഹം ലക്ഷ്മണന് പറഞ്ഞുകൊടുത്തു. ലക്ഷ്മണ, ഒറ്റയ്ക്ക് ഈ രാക്ഷസന്മാരെ മുഴുവൻ നിഗ്രഹിക്കുവാൻ നിനക്ക് കഴിയും. പക്ഷേ ഇപ്പോൾ നീ ഞാൻ പറയും പോലെ ചെയ്യണം. അത് വെറും മുൻകരുതൽ മാത്രമാണ്. സീതാദേവിയെയും കൊണ്ട് നീ ഉടനെ ഗുഹയ്ക്കുള്ളിലേക്ക് പോകുക. എന്നിട്ട് കരുതിയിരിക്കുക. ഒറ്റയ്ക്ക് തന്നെ ഈ രാക്ഷസന്മാരെ നിഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ജ്യേഷ്ഠൻ്റെ ആജ്ഞ അനുസരിച്ച് ലക്ഷ്മണൻ സീതയുമായി ഗുഹയിൽ ഒളിച്ചു. ആകെ ഒരു ഭീകര അന്തരീക്ഷം സംജാതമായി. ആകാശത്ത് ദേവഗന്ധർവന്മാർ ഔത്സുക്യത്തോടെ യുദ്ധം കാണാനായി നിരന്നു. അവർ രാമന് വിജയം ലഭിക്കട്ടെ എന്ന് ആശീർവദിക്കുകയും ചെയ്തു. രാമൻ തൻ്റെ ദിവ്യമായ പോർച്ചട്ട ധരിച്ച് യുദ്ധസന്നദ്ധനായി. കോദണ്ഡം കുലച്ച് നിശിത ബാണവുമായി രാക്ഷസന്മാരുടെ വരവ് നോക്കി ശ്രദ്ധയോടെ രാമൻ നിലകൊണ്ടു. പെരുമ്പറ കൊട്ടി ഖരസൈന്യം കാട്ടിൽ നിറഞ്ഞു. അവർ തങ്ങളുടെ കഴിവുകൾ അന്യോന്യം വർണ്ണിച്ചുകൊണ്ടിരുന്നു. അവർ സിംഹനാദം മുഴക്കി അലറി വിളിച്ചു. ക്രൂരമൃഗങ്ങൾ പോലും ആ ശബ്ദം കേട്ട് ഓടി ഒളിച്ചു. അവരുടെ ഞാണൊലി ദിഗന്ധങ്ങളെ ഞെട്ടിവിറപ്പിച്ചു. രാമൻ്റെ മുന്നിൽ സൂര്യാഭിമുഖമായി തടുത്തുകൂടിയ കാർമേഘം പോലെ രാക്ഷസസേന നിരന്നു. ആ സമയം രാമചന്ദ്രനിൽ നിന്നും ഒരു ദിവ്യ തേജസ് പ്രത്യക്ഷമായി. അത് കണ്ട രാക്ഷസന്മാർക്ക് ഉൾഭയം ഉണ്ടാവുകയും ചെയ്തു. രഥം രാമൻ്റെ നേരെ തെളിക്കുവാൻ ഖരൻ സാരഥിയോട് കൽപ്പിച്ചു. അതിനകം തന്നെ ശ്രീരാമന് നേരെ രാക്ഷസന്മാർ ശരവർഷം നടത്തി കഴിഞ്ഞിരുന്നു.
മല മഴയെ തടുക്കും പോലെ രാമൻ ആ ബാണങ്ങളെ അസ്ത്രം കൊണ്ട് തടുത്തു. രാമൻ്റെ കൈവേഗം ഏവരെയും അത്ഭുതപ്പെടുത്തി. അമ്പെടുക്കുന്നതോ തൊടുക്കുന്നതോ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര വേഗത്തിൽ രാമൻ്റെ കൈകൾ പ്രവർത്തിച്ചു. രാമബാണങ്ങൾ രാക്ഷസസേനയെ മുച്ചൂടും നശിപ്പിച്ചു തുടങ്ങി. ഭൂരിഭാഗം രാക്ഷസന്മാരും ഇതിനകം കാലപുരിയിലെത്തി. സേനാപതിയായ ദൂഷണൻ ഇത് കണ്ട് കോപിച്ച് രാമനോടേറ്റു. കോദണ്ഡത്തിൽ നിന്ന് പുറപ്പെട്ട 2 ബാണങ്ങൾ അവൻ്റെ കൈകൾ അരിഞ്ഞു വീഴ്ത്തി. അതോടെ അവൻ കാലപുരി പോകി. ദൂഷണൻ മരിച്ചത് കണ്ട് മഹാകാലൻ, സ്ഥൂലാക്ഷൻ, പ്രമാദി എന്നീ രാക്ഷസന്മാർ രാമൻ്റെ നേരെ പാഞ്ഞടുത്തു. രാമബാണങ്ങളാണ് അവരെ എതിരേറ്റത്. വെട്ടിയിട്ട മരങ്ങൾ പോലെ അവർ നിലം പതിച്ചു. ഇതു കണ്ട ഖരൻ എല്ലാവരും ഒന്നിച്ച് രാമനു നേരെ ആയുധപ്രയോഗം നടത്താൻ ആജ്ഞാപിച്ചു. 12 സേനാനായകന്മാർ സൈന്യങ്ങളോടൊപ്പം രാമനെ എതിരിട്ടു. അവരും കാലപുരി പോകുവാൻ അധികം നേരമെടുത്തില്ല. ആ യുദ്ധത്തിൽ 3 പേർ മാത്രമേ ശേഷിച്ചുള്ളൂ. ഖരനും നിഴലുപോലെ ഖരനെ പിന്തുടർന്ന തൃശ്ശിരസും സംഹാരരുദ്രനെ പോലെ കാണപ്പെട്ട രാമചന്ദ്രനും. ഖരൻ യുദ്ധത്തിന് മുന്നോട്ട് വന്നപ്പോൾ തൃശ്ശിരസ് അവനെ തടഞ്ഞുകൊണ്ട് താനായിരിക്കും രാമനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞു. തൃശ്ശിരസ് അമേയമായ ശക്തിയോടെ രാമനോട് എതിരിട്ടു. അവൻ്റെ വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട 3 അമ്പുകൾ രാമൻ്റെ നെറ്റിയിൽ തറച്ചു. അപ്പോൾ രാമചന്ദ്രൻ തൃശ്ശിരസിൻ്റെ യുദ്ധപാടവത്തെ അഭിനന്ദിച്ചു. തുടർന്ന് മൂർച്ചയുള്ള 14 അമ്പുകൾ ആ രാക്ഷസനു നേരെ വലിച്ചുവിട്ടു. അതോടെ ഖരൻ്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയും യമലോകത്തെത്തി. തൃശ്ശിരസ് യുദ്ധഭൂമിയിൽ വീണതോടെ ഭയം ഖരനെ ഗ്രസിച്ചു തുടങ്ങി. എങ്കിലും വർദ്ധിത വീര്യത്തോടെ രാമനു നേരെ ശരമാരി ചൊരിഞ്ഞു. അഗ്നികുണ്ഡത്തിലേക്ക് അടുക്കുന്ന ശലഭം പോലെ ഖരൻ രാമൻ്റെ മുന്നിലേക്ക് പാഞ്ഞു വന്നു. അമ്പുകൾ കൊണ്ട് അവൻ രാമൻ്റെ വില്ലൊടിച്ചു. തുടർന്ന് വന്ന അമ്പുകൾ രാമൻ്റെ പോർച്ചട്ട തുളച്ചു. ദേവൻ്റെ എല്ലാ അംഗങ്ങളും അമ്പുകൾ കൊണ്ട് നിറഞ്ഞു. കോപം ആളിക്കത്തിയ രാമൻ അഗസ്ത്യമുനി നൽകിയ വൈഷ്ണവ ചാപം കുലച്ച് 6 അമ്പുകൾ രാക്ഷസേന്ദ്രന് നേരെ തൊടുത്തു. അവ ഖരൻ്റെ തലയിലും വക്ഷസ്സിലും തുളച്ചു കയറി. തുടർന്നയച്ച 13 അസ്ത്രങ്ങൾ അവയുടെ ദൗത്യം പൂർത്തിയാക്കി. 1 സാരഥിയുടെ ശിരസ്സറുത്തു. 3 എണ്ണം നുകത്തണ്ടും 2 എണ്ണം അച്ചുകോലും 1 എണ്ണം ഖരൻ്റെ വില്ലും തകർത്തു. അവസാന ബാണം ഖരൻ്റെ മാറത്തും തറച്ചു. ഗദയുമായി ഓടിയെടുത്ത ഖരനെ ഇന്ദ്രനിർമ്മിതമായ ബാണമയച്ച് രാമൻ നിഗ്രഹിച്ചു. ഖരൻ വീണത് കണ്ട് ദേവന്മാർ രാമനെ വാഴ്ത്തി. ലക്ഷ്മണൻ ഓടിയെത്തി രാമനെ അഭിനന്ദിച്ചു. സീതാദേവിയാകട്ടെ തളർന്ന ദേവനെ തഴുകി ആശ്വസിപ്പിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം ശൂർപ്പണഖ രാവണ സമാഗമം. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വരാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.